ഓക്കെ, സോ ഈ ഒരു S25 അൾട്ര റിവ്യൂ വീഡിയോ ലേശം വൈകിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പേര് ഫെബ്രുവരിയിൽ മാർച്ചിലൊക്കെ ഇട്ട് തീർത്തായിരുന്നു റിവ്യൂ വീഡിയോ. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കൂടി ഉപയോഗിച്ച് നോക്കാം. ഞാൻ ഈ ഒരു ഫോൺ ദുബായിക്ക് കൊണ്ടുപോയിരുന്നു. സോ ഇൻ്റർനാഷണൽ റോമിങ്ങിൽ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ക്യാമറ എങ്ങനെയുണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ടെസ്റ്റ് ചെയ്തിരുന്നു. സോ ഇതൊരു ലോങ് ടേം S25 അൾട്ര റിവ്യൂ എന്നൊക്കെ പറയാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു S25 അൾട്ര യൂസർ ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും എന്തൊക്കെ പ്രോസും കോൺസും നിങ്ങൾ ഫേസ് ചെയ്തു അതെല്ലാം താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയുക. കാരണം ഈ ഒരു ഫോൺ വാങ്ങാൻ നോക്കുന്ന ആൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോൾ. ഡിസ്പ്ലേ അറിയാലോ, ഇത്തവണ ഡിസ്പ്ലേ സൈസ് പൊടിക്ക് കൂട്ടി 6.9 ഇഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ബെസൽ സൈസ് കുറച്ചും കൂടി മിനുക്കി കുറച്ചും കൂടി തിൻ ആക്കിയിട്ട് ഡിസ്പ്ലേ സൈസ് കൂട്ടിയതാണ്. പിന്നെ S24 അൾട്രയിൽ വന്ന ആ സെയിം ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അമേസിങ് ഫീച്ചറാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഔട്ട്ഡോർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, കറക്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജ് അറിയാൻ പറ്റും. ഈ റിഫ്ലക്ഷനൊക്കെ ഉണ്ടാവില്ല, അത് നല്ല കുറവാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അൾട്രാ ഫോൺസിൻ്റെ, സാംസങ്ങിൻ്റെ അൾട്രാ ഫോൺസിൻ്റെ ഡിസ്പ്ലേ ആണ് എൻ്റെ ഫേവറേറ്റ് ഡിസ്പ്ലേ. എൻ്റെ മാത്രമല്ല, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ഡിസ്പ്ലേ ആണ്. ഐ തിങ്ക് ദിസ് ഇസ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ഇൻ എനി സ്മാർട്ട് ഫോൺ. അതായത് സിനിമ കാണുമ്പോഴും OTT പ്ലാറ്റ്ഫോമിൽ TV സീരീസും യൂട്യൂബ് വീഡിയോസും കാണുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇതിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ ഒരു ഫോണിലും കിട്ടില്ല. കാരണം അറിയാലോ, ഞാനൊരു റിവ്യൂർ ആയതുകൊണ്ട് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷേ വീഡിയോ കൺസംഷന് വേണ്ടി, പ്രത്യേകിച്ചും ക്രിക്കറ്റ് മാച്ചും മൂവീസും TV സീരീസൊക്കെ ആണെങ്കിൽ ഞാൻ ഈ അൾട്രാ ഫോണാണ് പ്രിഫർ ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. പിന്നെ ഞാനിപ്പം ഫിറ്റ്നസിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരം എല്ലാ ദിവസവും ഡെയിലി വൈകുന്നേരം ഈ വാക്കിങ്ങിന് വേണ്ടി പോകാറുണ്ട്. ഓക്കെ, സോ ആ പോകുമ്പോൾ ഞാൻ ഈ 2 ഫോണുകളാണ് യൂസ് ചെയ്യുന്നത്, iPhone 16 Pro ആൻഡ് S25 അൾട്ര. പക്ഷേ നോർമലി ഈ IPL മാച്ചൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ടായിരിക്കും വാക്കിംഗ്. അത് ഞാൻ ഇതിൽ കാണാനാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നല്ല ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. പിന്നെ ഞാൻ ഈ ഒരു ഫോൺ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ട് സ്ക്രീൻ പ്രൊട്ടക്ടർ ഒന്നും ഇല്ലാതെയാണ് യൂസ് ചെയ്തത്. നല്ല റഫായിട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇതുവരെ ഞാൻ ഇന്നലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോ മേജർ, ഈവൻ മൈനർ സ്ക്രാച്ച് പോലും ഇല്ലെന്ന് തോന്നുന്നു. ഗൊറില്ല ആർമർ പ്രൊട്ടക്ഷൻ ഇസ് വർക്കിംഗ് വെരി വെൽ. പക്ഷേ നിങ്ങൾ ഫോൺ വാങ്ങിക്കാൻ പോകുന്നത് ടെസ്റ്റിങ്ങിന് വേണ്ടിയല്ല. സോ പ്ലീസ് നല്ല ക്വാളിറ്റി ഉള്ള ടെമ്പേർഡ് ഗ്ലാസ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ സ്പീക്കർ പെർഫോമൻസ് ഈസ് അമേസിങ്. അതായത് S24 അൾട്ര വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സ്പീക്കർ പെർഫോമൻസ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പം ഒരുപാട് പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ട്. സോ എപ്പോഴും ആ TWS ചെവിയിൽ കുത്തി ഇങ്ങനെ വെക്കുന്നത് എനിക്ക് ചിലപ്പോഴേ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. ആ സമയത്ത് ഈവൻ ബാത്റൂമിൽ കുളിക്കുന്ന സമയത്ത് കേട്ടോണ്ട് കുളിക്കുന്നുണ്ടല്ലോ, പലരും ഇങ്ങനെ പോഡ്കാസ്റ്റുകളും ന്യൂസും പിന്നെ വീഡിയോസൊക്കെ കേട്ടോണ്ട് കുളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ദിസ് ഇസ് അമേസിങ്. നല്ല ഇക്കോ ഉള്ള സൗണ്ട് ആയിരിക്കും കിട്ടുന്നത് ബാത്റൂമിൽ, ബേസ് ഒക്കെ ഉണ്ടാവും. പിന്നെ S25 അൾട്രയുടെ ഡിസൈനിൽ വന്ന ഒരു വലിയ മാറ്റം എന്നൊക്കെ പറയാൻ പറ്റും. ബാക്കി മാറ്റങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന മാറ്റം ഈ കോർണേഴ്സ് ആയിരുന്നു. റൗണ്ട് കോർണേഴ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് ഇഷ്ടപ്പെടില്ല. പഴയ ആ ഒരു റെക്ടാങ്കുലർ സംഭവം ഉണ്ടല്ലോ, ആ ഒരു ട്രേഡ് മാർക്ക് അൾട്ര ഡിസൈൻ 3-4 മാസം ഉപയോഗിച്ചതിന് ശേഷം ആ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റം എന്നെ അത്രയും ബോദർ ചെയ്തില്ല. ഓക്കെ, അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേ ഉണ്ടല്ലോ ഇപ്പോഴും ഒരു TV പോലെ തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ ഉണ്ടല്ലോ, അതായത് ഞാനിപ്പം ബഡ്ജറ്റ് ഫോൺസ്, മിഡ് റേഞ്ച് ഫോൺസ് എല്ലാം ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഈ ഫോണിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഫീൽ ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രീമിയം ഫീല് വരണം, കാരണം 1.25 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ഫോണാണ്. പിന്നെ ഞാൻ ഈ ഒരു ഫോൺ ഈ കവർ ഇട്ടും പിന്നെ ഇടാതെയും രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഫോൺ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് 2 രീതിയിൽ ഉപയോഗിച്ച് നോക്കിയിരുന്നു. ഡ്യൂറബിൾ ബിൽഡാണ് വരുന്നത്. പക്ഷേ ഫോൺ താഴെ വീണാൽ ഫ്രെയിമിൽ ചതവ് വരും. സോ എൻ്റെ 2-3 ലൊക്കേഷനിൽ അത്യാവശ്യം ചതവ്, അതായത് വീഴുമ്പോൾ ഇങ്ങനെ വീഴത്തില്ല, ഇങ്ങനെ കോർണർ ഇങ്ങനെ വീഴുമ്പോൾ, കോർണർ ഇടിച്ച് വീഴുമ്പോൾ ആ ചതവ് തീർച്ചയായിട്ടും വരും. അതൊരു കുറ്റമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഫ്രെയിമിൻ്റെ ജോലി അതല്ലേ, കയ്യിൽ പിടിക്കുമ്പോൾ പ്രീമിയം ഫീൽ കിട്ടുന്നു. അതിനുവേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ എപ്പോഴും മെറ്റൽ ഫ്രെയിം വേണമെന്ന് പറയുന്നത്. ആ വീഴുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഈ ഫോൺ കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം അത് റീസെയിൽ ചെയ്ത് പുതിയ ഫോൺ വാങ്ങണമെന്നാണെങ്കിൽ പ്ലീസ് നല്ല ക്വാളിറ്റിയുള്ള കേസ് ഇട്ട് ഉപയോഗിക്കുക. ഒരു തവണ ടൈൽസിൻ്റെ മേളിൽ വീട്ടിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ടേബിളിൽ ഇരിക്കുകയായിരുന്നു, ഇങ്ങനെ എടുക്കാൻ നോക്കിയപ്പോൾ സ്ലിപ്പായി. ഒറ്റ വീഴ്ചയാണ്, ഠോന്നൊരു സൗണ്ട്. ഞാൻ വിചാരിച്ച് ഡിസ്പ്ലേ തീർന്ന് പൊട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒന്നും പറ്റിയില്ല ഡിസ്പ്ലേക്ക്. ഇങ്ങനെയാണ് വീണത്. ടേബിളിൻ്റെ ഹൈറ്റ് അറിയാലോ, ഇത്രയെങ്കിലും ഹൈറ്റ് ഉണ്ടാവും ടേബിളിന്. ഞാൻ പേടിച്ചു പോയി, പക്ഷേ സാധനം ഒന്നും പറ്റിയില്ല. ഓക്കെ, സോ ഡ്യൂറബിൾ ആണ്, സ്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള കേസ് ആൻഡ് നല്ല ക്വാളിറ്റിയുള്ള ടെമ്പേർഡ് ഗ്ലാസ് ഇട്ട് ഉപയോഗിക്കുക. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല കൂൾ ടെക് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിനോടൊപ്പം തന്നെ ഞാനിപ്പം പുതിയൊരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഡീൽസ് ആൻഡ് ഓഫേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. സോ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി, കാരണം അറിയാലോ ഓഫേഴ്സ് പെട്ടെന്ന് മാറി മറിയും. സോ അത്
മിസ്സാവാതിരിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഫോണിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയേണ്ടത്? ഫാസ്റ്റസ്റ്റ് ചിപ്സെറ്റ്, ഫാസ്റ്റസ്റ്റ് റാം, ഫാസ്റ്റസ്റ്റ് സ്റ്റോറേജ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. സോ ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് സ്പെസിഫിക്കേഷനുമായാണ് S25 Ultra വരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. എന്താ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്! ഐ തിങ്ക് ദിസ് ഈസ് ദി ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എവർ. എനിക്കറിയാം ഇപ്പോഴും S24 Ultra അല്ലെങ്കിൽ S24 സീരീസ് യൂസേഴ്സിന് 1 US 7 കിട്ടിയിട്ടില്ല. സാംസങ് എന്താണിത്? ഞാൻ OnePlus 13 റിവ്യൂവിലും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു OnePlus 13 ഓക്സിജൻ ഈസ് അമേസിങ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആനിമേഷൻസ് കുറച്ചും കൂടി അമേസിംഗ് ആയിട്ട് തോന്നുന്നത് OnePlus 13 പക്ഷേ സാംസങ്ങിൻ്റെ ഒരു ഫീച്ചർ ലിസ്റ്റ് അറിയാലോ, OnePlus 13 കിട്ടുന്നതിനേക്കാളും കുറേ മടങ്ങ് ഫീച്ചേഴ്സ് നമുക്ക് സാംസങ്ങിൻ്റെ One UI കിട്ടുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും മറ്റേതും അറിയാറില്ല, ഈ നോക്ക് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, സാംസങ്ങിൻ്റെ വാളറ്റ് കാര്യങ്ങളും ഡെക്സും മറ്റേത് മറിച്ച് എല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് അറിയാലോ സാംസങ്ങിൻ്റെ ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ, കസ്റ്റമൈസേഷൻ, ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്. എന്നാൽ ഈ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും ഇത്രയും സ്മൂത്ത് എക്സ്പീരിയൻസ്, വെരി ഗുഡ് ജോബ് സാംസങ്. പിന്നെ ഈ ഫോണിൽ വന്ന നൗ ബ്രീഫിൻ്റെ ഫീച്ചർ ഉണ്ടല്ലോ, അത് നൈസാണ് ആക്ച്വലി. പ്രത്യേകിച്ചും നിങ്ങൾ ഡെയിലി ഈ ഓഫീസിൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇന്ന് എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അതായത് ഇന്നത്തെ വെതർ എങ്ങനെയായിരിക്കും, ഇന്ന് വേറെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ, ഒഫീഷ്യൽ അൺഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടോ, ഈവൻ നിങ്ങൾ സാംസങ്ങിൻ്റെ വാച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു നൗ ബ്രീഫിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ നൗ ബാറിൻ്റെ ആപ്ലിക്കേഷൻ ബേസിക്കലി ഐഫോണിൻ്റെ ഡൈനാമിക് ഐലൻഡിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ലോക്ക് സ്ക്രീനിൽ വരുന്നുണ്ട്, സെക്കൻഡ് നമുക്ക് താഴെ കിട്ടും ഇവിടെ. സോ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. എന്നാൽ എനിക്കൊരു സാധനം മിസ്സിംഗ് ആയിട്ട് തോന്നിയത് സൊമാറ്റോ, ഊബർ, സ്വിഗ്ഗി ഒന്നും അതിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടില്ല സാംസങ്. എന്താണെന്നറിയില്ല, ഇപ്പോൾ 4 മാസമായി ഇറങ്ങിയിട്ട് അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക ഈ നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലെയറും പിന്നെ മ്യൂസിക് ആപ്ലിക്കേഷൻ സ്പോട്ടിഫൈ, യൂട്യൂബ് മ്യൂസിക്, അതിൻ്റെ പ്ലെയറൊക്കെ അവിടെ വരുന്നുണ്ട്. സോ ഒരു പ്ലെയർ വിഡ്ജറ്റായി മാറിയിരിക്കുകയാണ്. അതായത് നെക്സ്റ്റ് ഫോർവേഡ് അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ അറിയാലോ ഇതിൻ്റെ ബാക്കിൽ 200 മെഗാ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഫോൺ വെച്ച് കുറച്ചൊന്നും അല്ല ഫോട്ടോസ് എടുത്തിരിക്കുന്നത്, ഇഷ്ടം പോലെ ഫോട്ടോസ് എടുത്തു. ഞാൻ പറഞ്ഞില്ല ഈ ഫോൺ ഞാൻ ദുബായ് കൊണ്ടുവരുന്നു, അവിടെ എല്ലാ സിറ്റുവേഷനും നല്ല വെയിലത്തും രാവിലെ ഈവനിങ് നൈറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് എല്ലാ കണ്ടീഷനിലും ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഭയങ്കര വാവ് ഫാക്ടർ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് അല്ല. ഫോർ എക്സാമ്പിൾ X200 Pro ആണെങ്കിലും ഓപ്പോയുടെ 5X സീരീസ്, ഷവോമിയുടെ അൾട്രാ ഫോൺസ്, ആ പറഞ്ഞ ഫോണുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വാവ് ഫാക്ടർ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ ഇത് ഒരു രക്ഷയില്ല കേട്ടോ, സംഭവം കൊള്ളാം, അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടൂല. എന്നാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്നറിയാം, സാംസങ്ങിൻ്റെ ഒരു ഫോണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഭയങ്കര കത്തി നിൽക്കുന്ന ഫോട്ടോസ്. അതായത് മറ്റേ നമ്മുടെ ബ്ലൂ കളറും റെഡ് കളറും ഗ്രീൻ ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കണം, ജ്വലിച്ച് നിൽക്കുന്ന ഫോട്ടോസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആരോ സാംസങ്ങിനോട് പറഞ്ഞു സാംസങ്ങിനെ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആവട്ടെ. ഈ നാച്ചുറൽ ആക്കാൻ നോക്കിയതാണ് തോന്നുന്നു S24 Ultra സംഭവിച്ചത്. കളേഴ്സൊക്കെ ഭയങ്കരമായിട്ടൊരു ഫെയ്ഡഡ് ലുക്ക് പോലെയായിരുന്നു. ഞാൻ ആ ഫോണിൻ്റെ റിവ്യൂഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആക്കിയിട്ടുണ്ട്. എന്നാൽ പഴയ ഒരു വിൻറ്റേജ് സാംസങ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആ ഒരു ഫീല് കിട്ടുന്നില്ല. പക്ഷേ സ്റ്റിൽ കളേഴ്സ് ആർ മച്ച് ബെറ്റർ. S24 Ultra വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കളർ സയൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫിയിലും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കണ്ടു. അതായത് ഈ ഗ്രെയിൻസ് കുറച്ച് കുറവാണ്. പിന്നെ ഈവൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ ഇൻഡോർ ആണെങ്കിലും ഈവൻ ഔട്ട്ഡോർ ആണെങ്കിലും രാത്രിയിൽ ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. വീഡിയോയുടെ പെർഫോമൻസിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. വീഡിയോ നല്ലതാണ്, ഓക്കെ, നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഐഫോണിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി നൈസ്. ഐ തിങ്ക് ആൻഡ്രോയിഡ് ഫോൺസ് വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ഫോൺ സാംസങ് S25 Ultra ആണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ക്യാമറയിൽ, അതായത് ഓരോ പോയിന്റിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഈ ഫോണും പിന്നെ നമ്മുടെ ഈ iPhone 16 Proയുടെ ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഫ്രാങ്ക്ലി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് ഈ മൊബൈൽ ഗെയിമിംഗ്, പണ്ടൊക്കെ BGMI ആയിരുന്നു മൊത്തം, പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും കളിക്കാറില്ല. പക്ഷേ ടെസ്റ്റിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടി കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് നിങ്ങളിപ്പം 1.25 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപ മുടക്കി നിങ്ങളൊരു ഗെയിമിംഗ് ഫോൺ അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഐഫോൺസ് ആയിരിക്കും ഇപ്പോഴും ബെറ്റർ ഓപ്ഷൻ. അതിൻ്റെ കാരണം ഐഫോണിൽ ഭയങ്കര പവർഫുൾ ചിപ്സെറ്റ്, ഇവിടെ ചിപ്സെറ്റിന് പവറില്ല അങ്ങനെയൊന്നുമല്ല. പക്ഷേ ആപ്പിളുടെ പ്രൊഡക്റ്റുകൾ പ്രത്യേകിച്ചും ഐഫോൺസിൽ കിട്ടുന്ന ഒരു ആപ്പ് ഓപ്റ്റിമൈസേഷൻ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. നല്ല സ്റ്റേബിൾ പെർഫോമൻസ്, സ്റ്റേബിൾ FPS ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രോ മൊബൈൽ ഗെയിമേഴ്സൊക്കെ ഐഫോൺസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ S25 Ultra ചൂടാവുന്നില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഫോൺ ചൂടാവുന്നുണ്ട്. നോർമൽ യൂസ് അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോളിങ്, അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അവിടെ ഒരു തരത്തിലുള്ള ഹീറ്റിംഗ് അല്ലെങ്കിൽ ഈവൻ
ഈ വാമുണ്ടല്ലോ, ഇളം ചൂട്, അതും ഒന്നുമില്ല. ഓക്കെ, അതും നല്ല കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫോർ എക്സാമ്പിൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ച് ഗെയിം കളിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു വാംത്ത്, ചെറിയൊരു ചൂട് ഫീൽ ആവും. ഈവൻ പുറത്ത് കൊണ്ടുപോകും. ഞാൻ ദുബായിലൊക്കെ പോയിരുന്നുണ്ട്. സോ അവിടെ നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ക്യാമറ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ നമുക്ക് ഹീറ്റ് ഫീൽ ആവുന്നുണ്ട്. ഹീറ്റ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഓവർ ഹീറ്റിംഗ്, അതായത് ഇനി യൂസ് ചെയ്യേണ്ട ഓവർ ഹീറ്റിംഗ്, വാർണിംഗ്, ഭയങ്കര ഫ്രെയിം ഡ്രോപ്സ്, നമ്മൾ ഈ വീഡിയോസ് എടുക്കുമ്പോൾ സ്റ്റക്ക് ആവുന്നു, അതുപോലത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, ഈ ചൂടാവുന്നു എന്നതിൻ്റെ അർത്ഥം ഒരു 40, 42, 43 ഡിഗ്രി വരെ പോകും ബാക്ക്. ഓക്കെ, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 40, 43 ഡിഗ്രി, ഈവൻ 45 ഡിഗ്രി വരെ പോകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ആവും. സോ നിങ്ങൾ ആ ക്യാമറ ആപ്ലിക്കേഷൻ സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഗെയിമിംഗ് നിർത്തുമ്പോൾ ആ സംഭവം പെട്ടെന്ന് കൂൾ ഡൗൺ ആവുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ദൂരാന്ന് എത്ര ഫോൺസ് ആണ് ഈ യമണ്ടൻ ബാറ്ററി, മഹാ യമണ്ടൻ, ഈവൻ ഗജ യമണ്ടൻ ബാറ്ററിയുള്ള ഫോൺസൊക്കെ വന്നു കഴിഞ്ഞു. 7300 mAh ബാറ്ററി. സോ നമ്മൾ ഇത്ര അധികം പൈസ കൊടുക്കുമ്പോൾ ബാറ്ററി ബാക്കപ്പും ബാറ്ററി കപ്പാസിറ്റിയും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഓക്കെ ആണ്, അതായത് സാംസങ് നല്ലോണം അതിനെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. സ്ക്രീൻ ഓൺ ടൈം ചോദിച്ചാൽ ഏകദേശം 7-8 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. എനിക്ക് തോന്നുന്നു സാംസങ് ഇങ്ങനെ സൈക്കോളജിക്കലി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കമ്പനികൾ 1 വർഷം ഇത് ഉപയോഗിക്കുമല്ലോ, അതായത് ഈ വലിയ ബാറ്ററികൾ, ഗജ യമണ്ടൻ ബാറ്ററികളുടെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ശരിക്കും ബാറ്ററി ബാക്കപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയാലോ ബാറ്ററി ബ്ലാസ്റ്റും കാര്യങ്ങളും ഇഷ്യൂ ഒക്കെ, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ടോ, അതെല്ലാം 1 വർഷം സാംസങ് മോണിറ്റർ ചെയ്തതിന് ശേഷം ഐ തിങ്ക് നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം S26 അൾട്രയിൽ വലിയ ബാറ്ററി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഫ്രാങ്ക്ലി ഞാൻ അങ്ങനെ ഒരുപാട് വയർലെസ് ചാർജിങ് ഒന്നും ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ യാത്രയിൽ പോകുമ്പോൾ മാത്രം നമ്മുടെ കാറിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ വയർലെസ് ചാർജിങ്. ഇപ്പോൾ ഒരുപാട് കാറുകൾ വരുന്നുണ്ട്. സോ അവിടെ ഞാൻ വയർലെസ് ചാർജിങ്ങിന് വേണ്ടി ഇടും. അല്ലാതെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിലൊന്നും ഞാൻ വയർലെസ് ചാർജിങ്ങിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ ഞാൻ നോർമലി ഈ റിവ്യൂ വീഡിയോസിലും അൺബോക്സിങ് വീഡിയോസിലും ഈ 5G കണക്ടിവിറ്റിയെ കുറിച്ചൊന്നും ഒരുപാട് പറയാറില്ല. കാരണം ഇപ്പം ഫോണുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഇങ്ങനെ 5G നെറ്റ്വർക്ക്, അതും പ്രത്യേകിച്ച് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ 5G റിസപ്ഷൻ ആണെങ്കിലും കണക്ടിവിറ്റി, ഇയർ പീസിൻ്റെ ക്വാളിറ്റി, ഫോൺ കോളിൻ്റെ ക്വാളിറ്റി, അതൊക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്യാറില്ല. ഇവിടെയും ഒരു തരത്തിലുള്ള ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലേ ദുബായ് കൊണ്ടുവരുന്നു, അവിടെ ഇന്റർനാഷണൽ റോമിങ്ങിലാണ് യൂസ് ചെയ്തത്. അവിടെയും എനിക്ക് ഒരു തരത്തിലുള്ള ഇങ്ങനെ നെറ്റ്വർക്ക് പോകുന്നു, നെറ്റിൻ്റെ സ്പീഡ് കുറയുന്നു, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി നൈസ്. എയർടെൽ സിം ഇട്ടാണ് ഉപയോഗിച്ചത് അവിടെ. ഓക്കെ, സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. എന്നാൽ ഒരു കണക്ടിവിറ്റിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതാണ് ഇവിടെയുള്ള നമ്മുടെ S Penൻ്റെ കണക്ടിവിറ്റി. അറിയാലോ, ഇത്തവണ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എടുത്ത് കളഞ്ഞു. ഐ ഡോണ്ട് നോ വൈ. ശരിക്കും എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. കാരണം ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞു, അതെ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടല്ലോ അത് കൊള്ളത്തില്ല കേട്ടോ, അത് എടുത്ത് കളഞ്ഞേക്ക്, ആരെയും സാംസങ്ങിനോട് ഇത് പറഞ്ഞത് എടുത്ത് കളയാൻ വേണ്ടി. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡിഡ് ദ ബ്രാൻഡ് ഗെയിൻ. സാംസങ്ങിന് എന്ത് ലാഭമാണ് ഉണ്ടായത് ഇത് എടുത്ത് മാറ്റിയിട്ട്? ഐ ഡോണ്ട് നോ. കാരണം ഈ ഒരു S Pen വെച്ച് വരയ്ക്കാത്തവർ പോലും മറ്റേ ആ സാധനം ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവൻ നമ്മുടെ ഗ്രൂപ്പ് സെൽഫി എടുക്കുമ്പോഴും ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടിയാണ്. ബാക്കി ഇങ്ങനെ ഐഫോൺ യൂസേഴ്സിനൊക്കെ നമുക്ക് ഷോ കാണിക്കല്ലേ, അതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. പിന്നെ ദൂരെ വെച്ചിട്ട് ഗ്രൂപ്പ് സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇത്. ഐ ഡോണ്ട് നോ എന്തുകൊണ്ട് എടുത്ത് കളഞ്ഞു. ഇനി പതുക്കെ S Pen എടുത്ത് മാറ്റാനുള്ള തന്ത്രമാണോ സാംസങ്ങിൻ്റെ? ഐ ഡോണ്ട് നോ. ഇനി ബാക്കി എഴുത്തും കുത്തും സ്കെച്ചും പിന്നെ AI വെച്ചുള്ള പരിപാടികളൊക്കെ നമുക്ക് ഈ S Pen വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അറിയാലോ 1.25 ലക്ഷം രൂപയുടെ ഫോണാണ്. നല്ല ഓഫേഴ്സും കാര്യങ്ങളും എക്സ്ചേഞ്ചും മറ്റേത് മറിച്ചതൊക്കെ ഈടാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ. സോ എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുക. ഓൺലൈനും വാങ്ങാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഓഫ്ലൈൻ പോയാൽ നിങ്ങൾക്ക് ഈ ഫോൺ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കാൻ പറ്റില്ല, എങ്ങനെയുണ്ട്, നല്ല ഫീൽ കിട്ടുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലോണം ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഓഫ്ലൈനിൽ. എന്നാൽ S24 അൾട്ര, ഈവൻ S23 അൾട്ര ഉള്ളവർ ഇതിലേക്ക് മാറണോ? ഒരാവശ്യമില്ല. ആ പറഞ്ഞ ഫോണുകളിലും കിടിലൻ പെർഫോമൻസും S Pen കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ഇവിടെ അതില്ല. എനിവേ, സോ ബാക്കിയെല്ലാം ഈവൻ AI ഫീച്ചേഴ്സ് S23 അൾട്രയിൽ AI ഫീച്ചേഴ്സ് വരും. നിങ്ങളുടെ കയ്യിൽ S22 അൾട്ര ഉണ്ടെങ്കിൽ, അത് നല്ലോണം വർക്കാവുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് S22 അൾട്രയിൽ നിന്ന് സാംസങ്ങിൻ്റെ പുതിയ അൾട്രയിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മാറാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ A സീരീസ് ഫോണോ ഐഫോണോ വേറെ ബ്രാൻഡുകളുടെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറാം. ഒരു ഓവറോൾ എക്സ്പീരിയൻസ്, ഡിസ്പ്ലേ ആണെങ്കിലും ബിൽഡ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മാർക്കറ്റിൽ ഓവറോൾ എക്സ്പീരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണ്, അതായത് നിങ്ങൾ എല്ലാം അടങ്ങുന്ന ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ S25 അൾട്ര is still the king. This is your friend Mr. Perfect Tech signing off. Bye bye.